സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈ നോമ്പിലൂടെ നാം അവനോടൊപ്പമാണ്. അവൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കുചേരുന്നവരാണ് നാം. ആ ഒരു പൂർണ്ണമായ അറിവിലേക്ക് നമുക്കറിയാം, ഈ ഭൂമിയിൽ ജീവിച്ച എല്ലാ വിശുദ്ധരും അവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സഹനങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റുവാങ്ങിയവരാണ്. കുരിശ് എടുത്ത് അനുദിനം എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് ഈശോ പറഞ്ഞ ഒരു മേഖല. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം യേശുവിനെ അറിയാൻ തുടങ്ങിയത് നമ്മൾ പല കാര്യങ്ങളും സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. പല പ്രശ്നങ്ങളും വിട്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ യേശുവിൽ അഭയം തേടിയത്. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ ലോകത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ടോ ഒക്കെ ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോഴാണ് അവസാന കൈ എന്നായിട്ടാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചത്. ഞാൻ എൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചത് എല്ലാം കുഴപ്പമൊന്നുമില്ല, ഈ ലോകത്തിൻ്റെ രീതിയിലെല്ലാം നന്നായിട്ട് പോകും, ഒരു കുഴപ്പമില്ലാതെ എല്ലാം മുമ്പോട്ട് പോകും എന്നാണ് നമ്മൾ. പക്ഷെ അത് ശരിയായിട്ടുള്ള ഒരു ധാരണയല്ല, തെറ്റായ ധാരണയാണ്. യേശു ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം പീഡിപ്പിക്കപ്പെടും. ആ ഒരു ആത്മീയത നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലിലൂടെയാണ്. പൗലോസ്ലീഹ റോമർ 8 പറയുന്നില്ല, കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്തിന് എന്നെ വേർപെടുത്താൻ കഴിയും? ആപത്തോ പട്ടിണിയോ വാളോ ദുരിതമോ പീഡനമോ എന്തെല്ലാമാണ് പറയുന്നത്. എന്തെല്ലാം നമുക്ക് സംഭവിക്കാമോ, അതെന്തെല്ലാം സംഭവിച്ചാലും കർത്താവായ യേശുവിനോടുള്ള എൻ്റെ സ്നേഹത്തിലൊന്നും എന്നെ അല്ലെങ്കിൽ നമ്മെ മാറ്റാൻ കഴിയില്ല എന്ന് നല്ല ഉറപ്പുണ്ട് എന്ന് പുസ്തകം പറയാം. ആ ഒരവസ്ഥയിലേക്ക് വന്നത് പെട്ടെന്നൊന്നുമല്ല. ഒരുപക്ഷെ ഒരു പുരുഷായുസ് കർത്താവിന് വേണ്ടി പല കഷ്ടപ്പാടിലും ദുരിതത്തിലൂടെയും കടന്നു പോയി കഴിഞ്ഞപ്പോഴാണ്. പൗലോസ്ലീഹ നമ്മൾ റോമർ 5 ഓർപ്പിക്കുന്ന ഒരു വചനമുണ്ടല്ലോ, കഷ്ടത സഹനശീലവും. സഹനശീലം ആത്മധൈര്യവും നമുക്ക് പ്രത്യാശയും നൽകുന്നു. ഇങ്ങനെയാണിത്. നമ്മളത് അറിയണം, മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ പത്രോസ് പറയുന്നുണ്ട്, അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിച്ചാൽ നമ്മൾ പരിഭ്രമിക്കുന്നുണ്ട്. കാരണം നമ്മൾ ധരിച്ചിരുന്ന യേശുവിനോട് ചേർന്ന് നടക്കുമ്പോൾ എല്ലാം ഭംഗിയായിരിക്കും, റെഡ് കാർപ്പറ്റ് പോലെ ആയിരിക്കും. അല്ല, അനേക രക്തസാക്ഷികൾ യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തവരുടെ തല വെട്ടപ്പെട്ടു. ഈ ഭൂമിയിൽ അനേകർ സിംഹങ്ങളുടെ നടുവിലേക്ക് എറിയപ്പെട്ടു. ഇന്നും ലോകത്ത് യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന അനേകർ പീഡിപ്പിക്കപ്പെടുന്നു നമ്മൾ കാണുന്നില്ലേ? നമുക്ക് അതിനോട് പ്രതികരിക്കാനും ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അല്ലെ, ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടാതിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലേ? നല്ല ആഗ്രഹമാണ്. പക്ഷെ ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടും. കാരണം ഈ ലോകത്തിൻ്റെ നല്ല ജീവിതം, നമ്മളത് ആ ഒരു അറിവിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ലോകത്തിലെ ജീവിതം വെറും കടന്നു പോകുന്നതാണെന്നും അതിലൂടെ നമ്മളെ കൈപിടിച്ച് നടത്താൻ കൂടെ പരിശുദ്ധ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് തിരുസഭയിൽ നമ്മളെ കർത്താവാക്കിയിരിക്കണം. ഈശോ ഒരു ഉപമ പറഞ്ഞില്ലേ, ഒരാൾ ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട വഴിയിൽ തളർന്ന് ഒരു യഹൂദൻ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നു. അനേകർ അതിലേക്ക് കടന്നുപോയി, ആരും നോക്കിയില്ല. പുരോഹിതനും ലേവാനും ഒക്കെ കടന്നുപോയി നോക്കിയില്ല. എന്നാൽ അവനെ ഇഷ്ടമില്ലാത്ത, അവർ തമ്മിൽ ചേർച്ചയില്ലാത്ത ഒരു സമറായക്കാരൻ അതിലൂടെ കടന്നുപോയപ്പോൾ ഈ യഹൂദൻ മുറിവേറ്റ് കിടക്കുന്ന കണ്ട് മനസ്സലിഞ്ഞ് അവനെ തോളിലെടുത്ത് അവൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി അതിന് മുറിവൊക്കെ വെച്ച് കെട്ടിയിട്ട് മരുന്നും എണ്ണയൊക്കെ വെച്ച് കെട്ടിയിട്ട് സത്രത്തിൽ കൊണ്ടുപോയി സത്രം സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി നീ ഇവനെ നോക്കിക്കൊള്ളണം, ഞാൻ യാത്ര പോവുകയാണ്, ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവൻ്റെ അടുത്ത് വന്നോളാം, ഞാൻ തിരിച്ചു വരുന്നത് വരെയും ഇവനെ നീ നോക്കണം, അതിനുള്ള വക ഞാൻ നിനക്ക് അതിനുള്ള പണവും കൊടുത്തിട്ടാണ്, സത്രം സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ടാണ് ഇയാൾ യാത്ര ചെയ്യുന്നത്. യേശുവിൻ്റെ കഥ തന്നെയാണ്. സാത്താന്റെ മുറിവേറ്റ ജീവിതത്തിൽ ജീവിതത്തിന്റെ വഴിയിൽ കിടന്ന് നമ്മളെ യേശു കണ്ടുമുട്ടി. നമുക്ക് വേണ്ടപ്പെട്ട അനേകർ നമ്മളെ തള്ളിപ്പറഞ്ഞു, അനേകർ നമ്മുടെ കൂടെ നിൽക്കുന്ന ഓർത്തവരൊക്കെയും നമ്മളെ തള്ളിപ്പറഞ്ഞു. നമ്മൾ മുറിവേറ്റ് വഴി കിടക്കുമ്പോൾ
നമ്മളെ ഏറ്റവും അധികം ഉപദ്രവിച്ച പാപം മൂലം നമ്മളെ ഉപദ്രവിച്ച യേശു നമ്മളെ കണ്ടുമുട്ടി. അവൻ നമ്മളെ ആ തോളിൽ തൻ്റെ കുരിശിനോടൊപ്പം നമ്മളെയും എടുത്തുകൊണ്ട് നമ്മളെ തിരുസഭയാകുന്ന സത്രത്തിലേക്ക് ഉണ്ടാക്കി. എന്നിട്ട് നമുക്ക് പരിശുദ്ധാത്മാവെന്ന സമ്പത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും വരുന്നത് വരെ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അത് നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. ഈ ഭൂമിയിൽ തിരുസഭയാകുന്ന സത്രത്തിൽ അവൻ വീണ്ടും വരുന്നത് വരെ നമ്മളെ പരിപാലിക്കാൻ ദൈവത്തിന് സമ്പത്തായ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് നമ്മളിന്നും മുറിവേറ്റ് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നമുക്കിന്നും വേദനയുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ അത് അറിയണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവൻ്റെ നാമത്തെ പ്രതി സഹിക്കുവാനുള്ള ഭാഗ്യം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് ഫിലിപ്പിയർ 1:28 പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ ജീവിതം വചനത്തിൻ്റെ പൂർത്തീകരണം. അതായത് നമ്മൾ എന്നും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന്, എന്നും സഹിക്കണമെന്നൊന്നുമല്ല ഈ പറയുന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകും, അത് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം യേശുക്രിസ്തുവിന് സഹനത്തിലൂടെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് മുഴുവനും. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട്, നമുക്ക് സഹനത്തിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നറിയണം. നിന്റെ അലച്ചിലുകൾ ഞാൻ സംഗീതം 56:8 നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണുനീർ കണങ്ങൾ എൻ്റെ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, അവ എൻ്റെ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെ, സാധാരണ നമുക്ക് മോർട്ട്ഗേജ്, നമ്മുടെ വീടിൻ്റെ ലോൺ അടയ്ക്കാനല്ല വണ്ടിയുടെ ലോൺ അടയ്ക്കാനുള്ളൊക്കെ ഉള്ളത് ഇത്ര എണ്ണിയല്ല, ഇത്രമാത്രം സ്റ്റേറ്റ്മെന്റ് വരെ ഇത്ര അടച്ചു തീർന്ന് ബാക്കി ഇത്രയുണ്ട്. ഞാൻ പറയും, പലപ്പോഴും എണ്ണുന്നത് തീരുന്നതാണ്. തീരാത്ത ഒരിക്കലും ആരും എണ്ണാറില്ലല്ലോ. കൗണ്ട് ഡൗൺ. അപ്പം കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സഹനത്തിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. കാരണം നമ്മൾ യേശു എങ്ങനെയാണ് കടന്നുപോയത് ഭൂമിയിൽ, അവനെ അനുഗമിക്കുന്ന അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, വലിയ കുരിശ് അവൻ്റെ കയ്യിലാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു പതിപ്പാണ് നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. നമ്മളാരും തളർന്നു വീണ് നമ്മളാരും നശിച്ചു പോകില്ല. ഈ ഭൂമിയിൽ നിത്യതയിൽ അവനെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ട് ആ കുരിശിനെ അവൻ കൃപയാക്കി മാറ്റുന്നവനാണ്. നമ്മളത് അറിയണം. പലപ്പോഴും നമ്മൾ കുരിശ് കാണുമ്പോൾ നമ്മൾ ഭയപ്പെടും. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം വളരെ മനോഹരമായിരിക്കും എപ്പോഴും എന്നാണ് വിചാരിച്ചത്. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ളൊരു പദ്ധതിയല്ല, ശുഭകരമായ ഭാവി. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഇപ്പോൾ സഹനമുണ്ട് എന്ന് കരുതി പത്രോസ് പറയുന്നത്, അല്പകാലത്തെ സഹനത്തിന് ശേഷം വലിയ നന്മ കൈവരും. നമ്മളിത് മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഇന്നും നമ്മിലൂടെ യേശു ഈ ഭൂമിയിൽ അല്ലേ, ഈ യേശു ഭൂമിയിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് യേശുവിൻ്റെ ജീവിതകാലത്ത്. പക്ഷെ യേശു മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത സാത്താനിൽ നിന്നും മോചിപ്പിച്ചത് തൻ്റെ സഹനമെന്ന ആയുധം ഉപയോഗിച്ചാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്, സാത്താനെ ജയിക്കാനായിട്ടുള്ള ഏക ആയുധം സഹനമാണ്. പിശാച് ഒരിക്കലും സഹിക്കാൻ തയ്യാറല്ല. പിശാചിനൊരിക്കലും ആരോടും ക്ഷമിക്കാനോ ആരെ സ്നേഹിക്കാനോ സാധ്യമല്ല. അതിൽ അവനില്ലാത്ത. അപ്പൊ സഹിക്കുക എന്നുള്ളത് ക്രിസ്തീയമാണ്, യേശുവിന്റെ സ്വഭാവമാണ്. എല്ലാ വിശുദ്ധരെയും നോക്കിക്കോ, ഈ ഭൂമിയിൽ സഹനത്തിലൂടെയാണ് എല്ലാവരും വിശുദ്ധരായി തീർന്നത്. ഞാൻ പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഞാൻ പലപ്പോഴും ആ പൂർണ്ണമായ നല്ല ബോധ്യത്തിലാണ് പറയുന്നത്. കത്തോലിക്ക വിശ്വാസം എന്നുകൊണ്ട് നമ്മുടെ മരിച്ചുപോയവരെ ഓർക്കുന്നതിന് അവർക്ക് വേണ്ടി നമ്മൾ കുർബാന അർപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് നമ്മുടെ കുർബാന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബലി എന്നാണ്. ബലി, കുർബാന അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവാലയത്തിൽ കൊണ്ടുപോയി പുരോഹിതനെ, നമ്മുടെ ഇടവകാരിയല്ലേ, പള്ളിയിൽ കൊണ്ടുപോയി കാശ് കൊടുത്ത് ഇന്ന ദിവസം എൻ്റെ വല്യപ്പൻ്റെ അല്ലെ വല്യമ്മയുടെയോ അല്ലെ അപ്പൻ്റെ അമ്മയുടെയോ ഓർമ്മ ദിവസമാണെന്ന് കുർബാന ചെല്ലണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് വല്ലവരും കുർബാന ചെല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബലിയുണ്ട്, ഒരു കുർബാനയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളാകുന്ന ആ കുർബാന നമ്മൾ ഉയർത്തി അവർക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഹനം അല്ലേ. ഞാൻ പറഞ്ഞത്, ഈ മരിച്ചുപോയ ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് കുറവ് വന്നിരിക്കുന്നത് അവർക്ക് സഹനത്തിനാണ് കുറവ്. അവർ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ്. അറിഞ്ഞ വിശുദ്ധരൊക്കെ സഹനത്തെ പുൽകിയവരാണ്.
വിശുദ്ധ അൽഫോൺസാമയൊക്കെ ഈശോ ഇന്നെന്തേ എനിക്ക് സഹനം ഇല്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനൊന്നും ചോദിക്കണമെന്ന് ഞാൻ പറയില്ല. നമുക്ക് അനുവദിച്ചിട്ടുള്ളത് മാത്രം നമ്മളോട് അതേ പറഞ്ഞിട്ടുള്ളൂ. അക്കൗണ്ടിലുള്ളത് മാത്രം നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അടുത്ത പാദങ്ങളിലേക്ക് കൊടുത്താൽ മതി. ഇത് നമ്മുടെ കുടുംബം, ഞാൻ പറഞ്ഞു, നമ്മുടെയൊക്കെ മരിച്ചുപോയ അനേക പിതാക്കന്മാരുടെ ആത്മാക്കൾ, ഇന്ന് ശുദ്ധീകരിച്ച് കിടക്കുന്ന ആത്മാക്കൾ, കർത്താവിൻ്റെ വരവ് നമുക്കറിയില്ല എന്നാണെന്ന്. ഉടനെയാണെങ്കിൽ ഈ ആത്മാക്കളൊക്കെയും നരകത്തിലേക്ക് തള്ളപ്പെടും. കാരണം അവർക്ക് വിശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് അവർ വിജയസഭയിലേക്ക്, വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ അവർ അവസാനത്തെ ചില്ലിക്കാശ് വരെ കൊടുത്തു വീട്ടുവളം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളുണ്ട്. ഉള്ളവരെ അവിടെ നിന്ന് അവർ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഈശോ അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വിടുമ്പോൾ പുറത്തു വരുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ യേശുവിന്റെ സഹനം, അതായത് നമ്മൾ സഭയിലായിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളെ സഭയിലാക്കിയിരിക്കുകയാണ്. അവൻ വരുന്നത് വരെയും, വാനമേഘങ്ങളിൽ രണ്ടാമത് വരുന്നത് വരെയും നമ്മൾ സഭയിലായിരിക്കുമ്പോൾ നമ്മിലൂടെ അനേക കാര്യങ്ങൾ, നമ്മളുടെ രക്ഷയും പിന്നെ അനേകരെ നമ്മളിലൂടെ മറ്റനേകരുടെ ആത്മരക്ഷയും നേടുന്നൊരു പ്രവൃത്തിയിലാണ് ഈശോ. ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. യേശുപിതാവ്, ഈശോ ജീവിച്ചിരുന്നപ്പോഴാണല്ലേ യേശുപിതാവ് മരിക്കുന്നത്. തൻ്റെ അമ്മ വിധവയാകാൻ പോകുവാൻ നന്നായിട്ട് അറിയാം. തൻ്റെ അമ്മ ഒറ്റയ്ക്കാകാൻ പോകുന്നറിയാം. ആ അമ്മയ്ക്ക് വേണ്ടി കൂട്ടിനായിട്ട് യേശുപിതാവിന് അല്പം കൂടി ആയുസ് നീട്ടിക്കൊടുത്തേക്കാം എന്ന് വിചാരിച്ചില്ല. അതും ഒരു സഹനമായി യേശു സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയും സ്വീകരിച്ചു. ഹൃദയത്തിലൂടെ വാള് കടന്നു പോകുമെന്ന് പറഞ്ഞ ഒരു വാളല്ല, 7 പറയുന്നുണ്ട്. പക്ഷേ ജീവിതകാലം മുഴുവനും ദുഃഖവും വേദനയും നിറഞ്ഞവളാണ്. യേശുവിനെ കുറിച്ച് അവൻ ജീവിതം മുഴുവനും ദുഃഖവും വേദനയും നിറഞ്ഞവനായിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താ? നമ്മുടെ യെശയ്യാ പറഞ്ഞില്ലേ, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ വഹിച്ചത്. ഇപ്പോൾ നമ്മുടെ മേലുള്ള ദുഃഖവും ഭാരവും ഉണ്ടല്ലോ, അവന് ഒരു 99% എടുത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് നേരെ നടക്കുന്നത്. ഇല്ലേ നമ്മളാരും എഴുന്നേക്കില്ലായിരുന്നു, നമ്മൾ തളർന്നു പോകുമായിരുന്നു. നമ്മളത് അറിയണം. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സഹനത്തിനും വലിയ ദൈവിക പദ്ധതിയുണ്ട്. ദൈവം കൈവിട്ടതല്ല, ദൈവം കൈപിടിക്കുന്ന അനുഭവങ്ങളാണ് സഹനങ്ങള്. നമ്മളത് അറിയണം. നമ്മിലൂടെ ക്രിസ്തുവിന്റെ ആത്മാവ് മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിലുള്ള നമ്മളുടെ ഈ ശരീരം, പൗലോസിന്റെ നമ്മൾ പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഇനിമേൽ ഞാനല്ല, ഞാനല്ല, ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഈ നോമ്പ് കാലത്ത് നമ്മൾ അതാണ് അറിയേണ്ടത്. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ഈ ശരീരം ക്രിസ്തുവിന്റെ ശരീരമാണിപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരാണത്. വിവാഹം എന്ന കുദാശയിലൂടെ ദൈവം വിശുദ്ധീകരിച്ചാണ്, ദൈവം അനുഗ്രഹിച്ചതാണ്, വിശുദ്ധീകരിച്ചതാണ്. കുടുംബജീവിതത്തിലും ക്രിസ്തുവിന്റെ ശരീരമാണ് നമ്മൾ. അപ്പൊ നമ്മുടെ കുടുംബജീവിതത്തിന്റെ സഹനങ്ങളൊക്കെയും ക്രിസ്തു സഹിക്കുക, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മരിച്ചുപോയവർക്ക് വേണ്ടിയൊക്കെ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് സഹനത്തിന്റെ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന്. അത് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റുള്ളൂ അല്ലേ. നമുക്കൊരു ലോൺ തരുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് നമുക്ക് അടയ്ക്കാൻ പറ്റുമോ, നമ്മുടെ ക്രെഡിറ്റൊക്കെ നോക്കിയിട്ടല്ലേ ലോൺ തരുന്നത്. ദൈവവും നമുക്കൊരു സഹനം അനുവദിക്കുമ്പോൾ 1 കൊരിന്ത്യർ 10:13 നിങ്ങളുടെ ശക്തിക്ക് അതീതമായ, നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റാത്ത ഒരു ലോണും ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ. മാസം തോറും അല്ലെ ദിവസം തോറും, അനുദിനം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദിവസവും ഉണ്ട് എന്തെങ്കിലും, അത് നമ്മൾ വേണ്ട രീതിയിൽ അടയ്ക്കണം. തമ്പുരാനെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം നമുക്കൊരു സഹനം ഉണ്ടാകുമ്പോൾ അത് ഒന്നെങ്കിൽ എൻ്റെ ഭർത്താവോ അല്ലെ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മയോ നാത്തൂനോ അമ്മായിപ്പനോ അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്തുള്ള സൂപ്പർവൈസറോ ആരെങ്കിലും എനിക്ക് ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണെന്ന് കരുതുമ്പോൾ ആ സഹനത്തിന് ദൈവസന്നിധിയിലെ മൂല്യം കുറഞ്ഞു പോവുകയാണ്. നമ്മുടെ സഹനത്തിന് വിലയുള്ളതായി തീരുന്നത് ആ സഹനത്തെ ഈശോ പറഞ്ഞത് ലൂക്ക 9:20 ആരെങ്കിലും എൻ്റെ കൂടെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം ഇല്ലാതായി, സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശും എടുത്തുകൊണ്ട് അനുദിനം സ്വന്തം കുരിശ്. ഇത് അവർ തന്നല്ല, ഇവർ തന്നല്ല, വേറാരും തന്നല്ല. ഇത് ദൈവകൃപ എൻ്റെ ജീവിതത്തിലൂടെ നിറവേറേണ്ട ഒരു സഹനമാണിത്. അത് ദൈവം അനുവദിച്ചിട്ടാണ് ഈ സഹനം എനിക്കിപ്പോൾ. എന്താണെങ്കിലും അവിടുന്ന് അറിയാതെ എനിക്കൊരു സഹനവുമില്ല. ഞാൻ പറഞ്ഞു, അതിൻ്റെ 99% അവൻ എടുത്തതാണ്. ബാക്കി നമുക്ക് എടുക്കാവുന്ന 1% ഇപ്പം നമ്മുടെ മേലുള്ളൂ. അത് നമ്മൾ അറിയണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യേശുവിനെ നമ്മൾ ഒരിക്കലും സംശയിക്കരുത്. യേശുവിനെ ഒരിക്കലും സംശയിക്കരുത് നമ്മൾ. കാരണം
അവൻ ഒരിക്കലും കള്ളം പറയില്ല, നുണ പറയില്ല. അവൻ്റെ വചനങ്ങളൊക്കെയും ഇപ്പം നമ്മളുടെ കൂടെ ആത്മാവിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്, സത്യമായുണ്ട്. നമ്മളത് വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെയും നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ വചന ഹൃദയത്തിൽ ധ്യാനിക്കുന്ന നിയമാവർത്തനം 5-ലും 6-ലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മുടെ കൂടെയുള്ളവൻ, അവന്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ അവനുണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളം. നിങ്ങളുടെ കൈത്തണ്ടിൽ ബ്രേസ്ലെറ്റ് പോലെ ഈ വചനം ധരിക്കണം. നിങ്ങളുടെ നെറ്റിയിൽ നെറ്റിപ്പട്ടമായി വചനം ധരിക്കണം. നിങ്ങളുടെ വീടിന്റെ കട്ടിലപ്പടിയിൽ ഈ വചനം എഴുതി വെക്കണമെന്നൊക്കെ നിയമാവർത്തനത്തിൽ അന്ന് അവരോട് അങ്ങനെ പറഞ്ഞത്. നമ്മളുടെ കൈകളുടെ പ്രവൃത്തി ദൈവവചനത്തിലായിരിക്കട്ടെ, നമ്മളുടെ മനോഭാവം, ചിന്തകൾ ദൈവ അടിസ്ഥാനത്തിലായിരിക്കട്ടെ. നമ്മുടെ വീട്ടിലേക്ക് ദൈവവചനത്തിൽ ഉൾപ്പെടാത്ത ഒന്നും കയറി വരാൻ, വീടിന്റെ കട്ടിലപ്പടി, വീടിന്റെ വാതിക്കല് എഴുതി വെക്കുന്നപ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് ദൈവവചനപ്രകാരമല്ലാത്ത ഒന്നും കടന്നു വരാൻ നാം കൊണ്ടുവരരുത്. ആ വീട്ടിലേക്ക് ദൈവം മാത്രം, നമ്മുടെ കൂടെ ദൈവം വസിക്കുന്ന ഭവനം എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മിലാണ് നമ്മുടെ ആത്മാവിലാണ് ദൈവം വസിക്കുക. ദൈവം ഇങ്ങനെ അന്തരീക്ഷത്തിലൊന്നും തങ്ങി നിൽക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ആത്മാവിൽ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വസിക്കുന്ന ദൈവമാണ്. നമ്മുടെ ആത്മാവിലാണ് ദൈവം. അപ്പൊ നമ്മുടെ ഒരു കുടുംബത്തിൽ നമ്മുടെ ആത്മാവിൽ വസിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ശരീരം ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലുള്ളത് കൊണ്ട് നമ്മളുടെ യേശുവിലുണ്ടായിരുന്ന അതേ ആത്മാവിനെയാണ്, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് പൗലോസ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന ആത്മാവ്, യേശുക്രിസ്തുവിലുണ്ടായിരുന്ന ആത്മാവാണ് എൻ്റെ ഈ ശരീരത്തോടൊപ്പം ഉള്ളതെങ്കിൽ എൻ്റെ ഈ ശരീരം യേശുവിൻ്റെ ശരീരമാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 1 കൊരിന്തോസ് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ശരീരത്തിലെ സഹനം യേശു ക്രിസ്തു നമ്മള് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നത് പോലെ, അല്ലെ വിലയ്ക്ക് വാങ്ങി താമസിക്കുന്നത് പോലെ, യേശു എൻ്റെ ജീവിതത്തെ വിലയ്ക്ക് വാങ്ങിയിട്ട് ഉത്ഥാനം ചെയ്ത യേശു എൻ്റെ ആത്മാവിൽ ആയിക്കൊണ്ട് എൻ്റെ ഈ ശരീരത്തിൽ ഈശോ വസിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഓർപ്പിച്ചു, അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ്. വിലയ്ക്ക് വാങ്ങിയാൽ അതിന് ഉത്തരവാദിത്വം അവനുണ്ട്, ഉത്തരവാദിത്വം അവൻ്റെതാണ്. അപ്പൊ നമ്മളിലൂടെ ഞാൻ പറഞ്ഞത് അവൻ സഹനത്തിലൂടെയാണ് പിശാചിനെ തോൽപ്പിച്ചത്. ഇന്ന് യേശു ആത്മാവായി നമ്മൾ വസിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ സഹനങ്ങളിലൂടെ പിശാചിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബങ്ങളിൽ ഇത് അറിയാതെ മരിച്ചുപോയ കുറെ ആത്മാക്കളുണ്ട്. അറിവില്ലാതെ പോയ ഒരു അജ്ഞതയുടെ കാലഘട്ടത്തിൽ കടന്നുപോയവരുണ്ട്. പശ്ചാത്തപിക്കാൻ ഇന്നൊരു നമ്പർ മരിച്ചുപോയ ആത്മാക്കൾക്ക് നമ്മളെക്കാൾ നല്ല പശ്ചാത്താപമാണ്. ലൂക്ക 16-ൽ ധനവാനിൽ ലാസറിന്റെ സംഭവം നമുക്കറിയാം. ഈ ഭൂമിയിൽ ആഡംബരത്തിലും സുഖലോലുപതയിലൊക്കെ ജീവിച്ചിരുന്ന, ചമന്ന പട്ടുവസ്ത്രം മാത്രം ധരിച്ചിരുന്ന, വഴിയിൽ വീടിന്റെ വാതിൽക്കൽ കിടന്നിരുന്ന ലാസർ എന്ന കുഷ്ഠരോഗിയെ അറപ്പോടെ വെറുപ്പോടെ കാർക്കിച്ച് തുപ്പിക്കൊണ്ട് കടന്നുപോയിക്കൊണ്ടിരുന്ന ആ ധനവാൻ മരിച്ചങ്ങോട്ടിയപ്പോൾ ആത്മാവായി മാറിക്കഴിഞ്ഞപ്പോൾ എന്തൊരു മാനസാന്തരമാണ്. ആ ധനവാൻ വിലപിക്കുകയാണ്, ഈ ലാസറിനെ, ഞാൻ പണ്ട് കാർക്കിച്ച് തുപ്പി കടന്നുപോയ ലാസറെ, അവന് കുഷ്ഠം ബാധിച്ച വെറുത്തിരുന്ന ആ കൈവിരൽ തുമ്പിൽ അല്പം വെള്ളം തൊട്ടിട്ട് എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാൻ അവനെ അന്ന് ഞാൻ വെറുപ്പോടെ നോക്കുന്ന കുഷ്ഠരോഗിയായിരുന്ന ആ ലാസറിനെ എൻ്റെ അടുക്കലേക്ക് ഇന്നൊന്ന് അയക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ധനവാൻ. ഞാൻ പറയും നമ്മുടെ മരിച്ചുപോയവരൊക്കെ ഇന്ന് ആത്മാവായി മാറി. അവർക്ക് ശരീരമില്ലെന്നും അവരുടെ ആത്മാവ് ദൈവത്തെ തേടുകയാണ്. അനുതാപത്തിന്റെ നമ്മളെക്കാളൊക്കെ 1000 മടങ്ങ് അനുതാപത്തിലാണ് ആത്മാക്കൾ കഴിയുന്നത്. നമ്മളുടെ ഒരു കരുണയ്ക്ക് വേണ്ടി, നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഫാത്തിമയിൽ മാതാവ് ആവശ്യപ്പെടുന്നത് എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ആനയിക്കണമേ എന്ന് പ്രാർത്ഥന പരിശുദ്ധ അമ്മ തന്നെ ആവശ്യപ്പെടുന്നു ഫാത്തിമ പ്രാർത്ഥനയിൽ. നമ്മളിത് അറിയണം. നമ്മളുടെ സഹനങ്ങൾ അവർക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ബലിയർപ്പിക്കുകയാണ്, നമ്മളെ തന്നെ, നമ്മുടെ സഹനങ്ങളെ കാഴ്ചവെക്കുകയാണ്. കുർബാനയിൽ അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്തുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ കാഴ്ചവെക്കാത്ത ഒരു ബലിയും പൂർണ്ണമായ ബലിയായിട്ടില്ല. നമ്മൾ പല കാര്യങ്ങളും നന്മ മാത്രമല്ല, നമ്മുടെ സഹനങ്ങളൊക്കെ വേണ്ട. നമുക്ക് നല്ല ആരോഗ്യം വേണം, നമുക്ക് ഇതെല്ലാം കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ബലി, നമ്മൾ യേശുവിനോട് ചേർന്നുള്ള നമ്മുടെ ആഗ്രഹപ്രാള ബലിയായിരുന്നു. കായന്റെ ബലി പോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും നല്ലതൊക്കെ വേണം. ഞാനീ പറഞ്ഞത്, നമ്മൾ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവം എനിക്ക് കൂടുതലും തരാൻ പോകുന്നില്ല, പേടിക്കൊന്നും വേണ്ട. കാരണം നമ്മൾ ഓർക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇല്ല, ഇതൊന്നും എടുത്ത് കർത്താവിനെ കൊടുത്താൽ മതി.
യേശുവാണ് പൂർത്തിയാക്കുന്നവൻ. നമ്മളിലുള്ളത്, നമ്മളിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ സഹനം നമ്മൾ അവന് കാഴ്ചവെക്കണം, അവന് കൊടുക്കണം. യേശുവിന് അത് വലിയ വിശുദ്ധ കുർബാനയിലാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അപ്പവും വീഞ്ഞും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, മണ്ണിൽ നിന്ന് ഔട്ട് ഓഫ് ദ വേൾഡ്, അല്ലെ, മണ്ണിൽ നിന്നും എടുത്ത ഈ ഗോതമ്പപ്പം എന്ന് പറയുന്നത്, മണ്ണിൽ നിന്നും ചെടി വളർന്നിട്ട് അതിൽ നിന്നും ഉണ്ടായ ഗോതമ്പിൽ നിന്നും എടുത്ത ഈ ഗോതമ്പപ്പം, ഔട്ട് ഓഫ് ദി ഫ്രൂട്ട് ഓഫ് ദ വേൾഡ് വർക്ക് ഓഫ് ദ ഹ്യൂമൻ ഹാൻഡ് എന്ന് പറയുന്ന മേഖലയുണ്ട്. അപ്പൊ നമ്മളുടെ പ്രവൃത്തിയും നമ്മളുടെ ലോകത്തിൽ നിന്ന് കിട്ടിയ എല്ലാ മാലിന്യങ്ങളും അശുദ്ധി രോഗമൊക്കെ നമ്മൾ യേശുവിന് കൊടുക്കുന്നത്, നമ്മുടെ ആ സഹനം കാഴ്ചവെക്കുന്ന ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ കാഴ്ചവെക്കുന്ന നമ്മുടെ കുർബാനയിലാണ്. അതാണ് നമുക്ക് അനുദിനം കുർബാനയുള്ള, അനുദിനം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. നമുക്ക് എല്ലാ ദിവസവും കത്തോലിക്കാ സഭയിൽ എല്ലാ ദിവസവും എത്രയോ കുർബാനയാണ് നടക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഏതെങ്കിലും ഒരു കുർബാനയിൽ പോയി നമുക്ക് പങ്കെടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ നമ്മൾ പോകാൻ, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇപ്പോൾ ടെലിവിഷനിലാണെങ്കിലൊക്കെ നിവൃത്തിയില്ലാതെ വരുവാണെങ്കിൽ അങ്ങനെ നമ്മളെ കാഴ്ച വെക്കണം. നമ്മൾ അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി, അതായത് നമ്മുടെ സഹനങ്ങളെ അവൻ്റെ ഉള്ളിലേക്ക് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പോലെ യേശുവിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നത് അത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. നമ്മുടെ അപ്പത്തോടും വീഞ്ഞിനോടും ചേർന്ന് കാഴ്ചവെക്കുന്ന സഹനങ്ങളും ബുദ്ധിമുട്ടുകളും അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാനിത് യേശുവെ സന്തോഷത്തോടെ എനിക്ക് കാഴ്ചവെക്കാനുള്ള ഇതാണ് എൻ്റെ ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ സഹനം, ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സഹനം. സന്തോഷത്തോടെ നീ എന്നിലൂടെ ഇപ്പോൾ അനേക ആത്മാക്കളെ നീ എന്നിലൂടെ നേടുകയാണ്. അത് എൻ്റെ ക്രെഡിറ്റിലേക്ക് ചേർക്കുകയാണ്. ഞാൻ നിത്യത്തിലെത്തുമ്പോൾ എൻ്റെ ക്രെഡിറ്റിൽ അത് കാണും. നീ ഇപ്പോൾ എന്നിലൂടെ സ്വീകരിക്കുന്ന ആ സഹനങ്ങൾ, അല്ലേ? ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ പൗലോസ് എൻ്റെ കിരീടം, ഞാൻ ഒരു കിരീടത്തിൽ അങ്ങനെ ഓടുന്നതൊക്കെ പറഞ്ഞൊരു മേഖല. അപ്പം നമ്മൾ വിശുദ്ധ കുർബാനയിൽ അപ്പത്തോടും വീഞ്ഞിനോട് ഇത് കാഴ്ചവെക്കുന്നത് നമ്മുടെ രോഗങ്ങൾ, ഭാരങ്ങൾ, നമ്മുടെ അശുദ്ധി, ബലഹീനത, തഴക്കദോഷങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, നമ്മുടെ സംസാരം, അല്ലേ? യേശയ്യ പറഞ്ഞത് എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ് കർത്താവേ. നമ്മുടെ അശുദ്ധി കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഞ്ഞിനോട് സമർപ്പിക്കണം. അത് യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന അശുദ്ധി ഉണ്ടല്ലോ, യേശു നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് പോലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അതിൻ്റെ എല്ലാം മാറിയിട്ട്, പാപത്തിൻ്റെ മാലിന്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ അശുദ്ധിയെല്ലാം യേശു ഏറ്റെടുക്കുകയാണ് അവൻ്റെ രക്തത്തിലേക്ക്. 1 നമ്മുടെ സകല യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം സകല അശുദ്ധിയിൽ നിന്നും സകല പാപങ്ങളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. നമ്മൾ കുർബാനയിൽ അവൻ്റെ ആ വീഞ്ഞിനോട് ചേർത്ത് കാഴ്ചവെച്ച് നമ്മുടെ സകല അശുദ്ധിയും അവൻ്റെ രക്തമായത് മാറുമ്പോൾ ആ രക്തത്താൽ നമ്മുടെ സകല അശുദ്ധിയും കഴുകി മായ്ക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലെ അനുഭവമായവരാണ് പ്രിയമുള്ളവരെ. ഇത് നമ്മൾ അറിയണം, നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് എന്നുള്ള സഹനങ്ങൾ രക്ഷാകരമാണ്. അതോർത്ത് നമ്മൾ നിരാശപ്പെടരുത്, ഭയപ്പെടരുത്. 360 ഭയപ്പെടരുത്, നിൻ്റെ കൂടെ ഞാനുണ്ടെന്നില്ലേ? ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഗത്സമേൻ തോട്ടത്തിൽ പോയപ്പോൾ നമുക്കറിയാം, 12 പേരെ കൊണ്ടുപോയി കൂടെ, പക്ഷേ 9 പേരെ വാതിക്കലെടുത്തി. കാരണം ഇവരെയും കൊണ്ടുപോയാൽ ശരിയല്ല, കാരണം ഇവർക്ക് വിശ്വാസമൊന്നുമില്ല. 9 പേർ, 3 പേര് പത്രോസിനും യാക്കോബിനും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥമാകാനും. മത്തായിയും നമ്മൾ 26 വായിക്കുന്നുണ്ട്, 38 ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി അവൻ്റെ യേശുവിൻ്റെ സഹനമാണ് നോക്കണം. സാത്താനോടുള്ള പോരാട്ടത്തിൽ യേശുവിൻ്റെ ആയുധം അവൻ സഹിക്കുകയാണ്. സാത്താന് ഇല്ലാത്ത ആയുധം. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. ഈശോയാണ് സാത്താനെ അധികാരത്തോടെ കൽപ്പിച്ചവനും കടലിനെ ശാന്തമാക്കിയവനും എന്തെല്ലാമാണ് പറയാണ്. തീവ്രമായ ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക, എന്നോടും നിങ്ങളോടും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച അതില്ല ഒന്ന് ഉയർത്തിപ്പിടിച്ചോ കേട്ടോ. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ആ കുരിശില്ല ഒന്ന് ഉയർത്തിപ്പിടിച്ചു. ഞാനിപ്പോൾ നിങ്ങളിലൂടെ സാത്താനെ പരാജയപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളുടെ ആ സഹനങ്ങളില്ലേ, അതൊന്ന് ഉയർത്തിപ്പിടിച്ചോ. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പം കൂടി മുന്നോട്ട് എന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. നോക്കി, ഈശോ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, നമ്മൾ അവൻ്റെ കൂടെ ആണോ എന്ന്. നമ്മൾ പലപ്പോഴും അല്ലേ, എന്താ പറ്റിയത്? അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. ആ ദുഃഖം, തീവ്രമായ ദുഃഖം അവർക്ക് താങ്ങാൻ പറ്റാതെ അവർ
അവരപ്പോൾ അവന് ഉറങ്ങുന്നു. അവൻ പത്രോസിനെ കൊട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ചു. പത്രോസ് നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് മക്കളെ നിങ്ങൾ ആ കുരിശ് താത്തി ഇടയ്ക്കുന്ന കയ്യിൽ ഉയർത്തിപ്പിടിക്കുക കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്കത് ഇഷ്ടമല്ല ഉയർത്തി, പക്ഷെ നിങ്ങളുടെ ആ കുരിശുണ്ടല്ലോ അതൊന്ന് ഉയർത്തിപ്പിടിക്കുകയും ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ശക്തി ലഭിക്കുന്ന ഈശോ പറയും. കാരണം എന്താ, യേശു നമ്മളിലൂടെ അനേക ആത്മാക്കളെ നേടുന്നൊരു പ്രവൃത്തിയാണ് നമ്മുടെ സഹനങ്ങൾ. നമ്മൾ തിരിച്ചറിയണം. എന്തുവാകട്ടെ അത് സഹനം, അതിനുള്ള യേശു നമ്മൾ സഹിക്കുകയാണ്. 1 മണിക്കൂറെങ്കിലും പത്രോസിനോട് യേശു ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതായത് 1 മണിക്കൂർ, നമുക്ക് 24 രാത്രിയും പകലായിട്ട് 24 മണിക്കൂർ. നമ്മൾ 2.5 മണിക്കൂർ ഒരു ദശാംശമായിട്ട് നമുക്ക് 2.5 മണിക്കൂറെങ്കിലും യേശുവിനോടൊപ്പം ഇരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ലേ? നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ പ്രലോഭനം ഉണ്ടാകും, പക്ഷെ അതിനകത്ത് വീണു പോകാതിരിക്കാൻ. ചിലർക്ക് വീണുപോയി, പ്രാർത്ഥനയില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, പ്രാർത്ഥന കൂട്ടായ്മയിൽ വരാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. കാരണം എന്താ, എല്ലാം പോയി. പ്രലോഭനത്തിൽ സാത്താൻ വലിച്ച് അത് കെട്ടിവെച്ചിരിക്കുന്നതിലാണ്. എന്നാൽ അതിൽ നിന്ന് എഴുന്നേക്കാൻ ഇതൊന്നും സാരമില്ല. ഇതൊക്കെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു. യേശയ്യ പറഞ്ഞതാണ് ഇതൊക്കെ സംഭവിക്കുക നമ്മുടെ ജീവിതത്തിലും. എന്നോടുകൂടെ 1 മണിക്കൂർ നിൽക്കാൻ കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. സാത്താൻ നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കത്തില്ല. മടുത്ത് ആകപ്പാട് ഇനിയും ജീവിതം ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചിരുന്നത്, ഇങ്ങനെയൊന്നുമല്ല. മനുഷ്യരൊക്കെ എന്നെ പ്രശംസിക്കും നന്നായിട്ട്, അല്ലേ? നമ്മളെക്കുറിച്ചല്ലേ, നമ്മുടെ മക്കളെക്കുറിച്ചല്ലേ, നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ചൊക്കെ നന്മ പറഞ്ഞ് എന്നെ വാനോളം ഇങ്ങനെ പുകഴ്ത്തുന്നതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ എനിക്ക് സഹനമാണ്, മടുത്തു, ഞാൻ പ്രാർത്ഥനയൊന്നുമില്ല, പള്ളിയിലും പോകുന്നില്ല, കുമ്പസാരം വേണ്ട, കുർബാനയും വേണ്ടെന്നൊക്കെ പറയുന്നൊരവസ്ഥയില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധ, നമ്മുടെ ഉള്ളിലെ ആത്മാവുണ്ടല്ലോ, കർത്താവിൻ്റെതായിട്ടുള്ളത് ആത്മാവ് നമ്മളോട് പറയും, എഴുന്നേക്ക് പ്രാർത്ഥിക്കുക എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ ശരീരവും മനസ്സും പറയും, വേറെ പണിയൊന്നുമില്ല, നീ നിന്റെ പാട്ടിന് പോകും, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് എന്താ പ്രയോജനം? ആത്മാവ് സന്നദ്ധമാണെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ബലഹീനമാണ്. യേശു പറയാണ്, നിങ്ങളിപ്പോൾ ഉറങ്ങി വിശ്രമിക്കുക. ഇതാ സമയം. വീണ്ടും യേശു വന്നോട്ട് പറയാണ്, സമയം അടുത്തിരിക്കുന്ന, മനുഷ്യപുത്രൻ പാപിയുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറയുമ്പോൾ യേശു ഏൽപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിൽ ആ യേശുവിന്റെ സഹനം വിജയമായി ഇന്ന് ലോകത്തിൽ അനേകർ തളർന്നു കിടക്കുമ്പോൾ അവർക്ക് വേണ്ടിയാണ്, നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ അനേക ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയാണ് നമ്മളിപ്പോ സഹിക്കുന്നത്. നമ്മുടെ സഹനം ക്രിസ്തുവിനോടെയാണ്, ക്രിസ്തു നമ്മിൽ സഹിക്കുന്നത്, അല്ലേ? പൗലോസ്ലീഹായുടെ ആ സഹനമുണ്ട്. 2 കൊരിന്തോസ് 12 പറയുന്നില്ലേ, വലിയ കൃപ നിറഞ്ഞ പൗലോസ് സ്വർഗത്തിന് 3-ാം തട്ട് വരെ പോയ കാര്യമൊക്കെ പറഞ്ഞിട്ട് പറയാണ്, വെളിപാടുകൾ എന്നാൽ ഇത്രയും കൃപയുള്ളതുകൊണ്ട് അതിൽ ഞാൻ അത്യധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിലൊരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ദൂതൻ. യേശുവിനെ പിശാച് ആക്രമിച്ചിരുന്നു, മാതാവിനെ പിശാച് ആക്രമിച്ചിരുന്നു, പക്ഷെ ഒരിക്കലും പരാജയപ്പെടുത്തിയില്ല. അപ്പോൾ നമ്മളെയും ആക്രമിക്കും. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അറിയണം, എന്നെ നിരന്തരം ശല്യപ്പെടുത്താൻ പിശാചിൻ്റെ ഒരു ദൂതൻ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ചുറ്റിലും ഇടത്തും വലത്തും ഒക്കെ നിൽപ്പുണ്ട്, വലതുവശത്ത് കാവൽമാലാക ഉണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റും നമ്മളെ വീഴ്ത്താൻ വേണ്ടി കുറേ പിശാചുക്കളുടെ ദൂതന്മാർ നിൽപ്പുണ്ട്. ആത്മീയമായിട്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. എന്നെ പിശാചിന്റെ ദൂതൻ എന്നെ വിട്ടകലാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഒന്ന് മാറിക്കിട്ടി, ഈ ബുദ്ധിമുട്ട് ഇതൊന്ന് മാറിക്കിട്ടിയാൽ പിന്നെ ഞാൻ കുറച്ചുകൂടി നന്നായി നിനക്ക് വേണ്ടി നിൽക്കാമായിരുന്നു എന്നുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ. നമ്മളെല്ലാം പറഞ്ഞല്ലേ, ഈ പ്രശ്നം ഒന്ന് മാറിക്കിട്ടി, അത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് ജീവിച്ചോളാം, ഈ പ്രശ്നം ഒന്ന് മാറിക്കിട്ടിയാൽ ഞാൻ നിന്റെ കൂടെ നടന്നോളാം കൂടുതൽ നമ്മൾ പറയുന്ന കാഴ്ചപ്പാട്. പൗലോസ് പറയാണ്, അതെന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 3 വർഷമാണോ 30 വർഷമാണോ നമുക്കറിയില്ല എത്ര കാലഘട്ടം. 3 പ്രാവശ്യം 3 സംഭവമായിട്ട് 3 ഇൻസ്റ്റൻസ് ആയിട്ടാണ് പറയുന്നത്. 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. പ്രിയമുള്ളവരെ, ഈ കൃപ എന്ന് പറയുന്നത് സഹനത്തെയാണ് യേശു കൃപയാക്കി മാറ്റുന്നത്, നമ്മുടെ പ്രാർത്ഥനയല്ല. നമ്മൾ സഹിക്കുന്ന സഹനമാണ് അത് കൃപയാക്കി അനേക ആത്മാക്കൾക്ക് വേണ്ടി ഈശോ കൊടുക്കുകയാണ്. കൃപയുടെ റോ മെറ്റീരിയലാണ് സഹനം. സഹനം ഉണ്ടെങ്കിലേ കൃപയുള്ളൂ. ആത്മാക്കൾക്ക് വേണ്ടത് കൃപയാണ്.
അത് നമുക്ക് വേണ്ടത് കൃപയാണ്. എൻ്റെ കൃപ നിനക്ക് മതി. നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയാണെങ്കിലും നമ്മളത് അറിയണം പിള്ളേരെ. സഹനം യേശുവിലേക്ക് കൊടുക്കുമ്പോൾ അവിടുന്ന് അത് കൃപയാക്കി തിരിച്ചു തരുവാണ് നമുക്കോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ഞാൻ പറയും, പ്രാർത്ഥനയല്ല, വേറൊന്നുമല്ല, നമ്മുടെ സഹനമാണ്, യേശുവിന്റെ സഹനമാണ് പിതാവ് ഉത്ഥാന ശക്തിയാക്കി മാറ്റിയത്. യേശുവിന്റെ സഹനമാണ് പിശാചിനെ തളർത്തിക്കളഞ്ഞ. പിശാചിനത് അവനെ നേരിടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ആയുധം അവൻ്റെ കയ്യിലില്ല. സ്നേഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനുള്ള ആയുധം പിശാചിനില്ല. അവൻ പരാജയപ്പെട്ടു. യേശു അങ്ങനെയാണ് കുരിശിൽ ജയിച്ചത്. നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ, കൃപ വേണം. അത് നമുക്ക് വേണം, മറ്റുള്ളവർക്ക് വേണം, നമ്മുടെ മക്കൾക്ക് വേണം. അതുകൊണ്ട് ഇന്ന് ഈ സഹനം ഉണ്ടെങ്കിലേ കൃപയുള്ളൂ. സഹനമാണ് യേശു കൃപയാക്കി മാറ്റുന്നത്, മറ്റൊന്നുമല്ല. നമ്മളറിയണം, അതാണ് ദൈവിക ജ്ഞാനം. അവിടുന്ന് എൻ്റെ കൃപ നിനക്ക് മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. നമ്മളുടെ സഹനത്തിലാണ് ക്രിസ്തു നമ്മുടെ ആത്മാവിൽ വന്നുകൊണ്ട് കൃപയാക്കി നമ്മളെ കൃപ നിറയ്ക്കുന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയാണ്, ക്രിസ്തുവിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന്, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ കുരിശുയർത്താൻ പറ്റുമോ? എനിക്കുള്ള സഹനങ്ങളുടെ സന്തോഷത്തോടെ, ഒരു കുഴപ്പമില്ല, ആരെന്തിനും പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. എൻ്റെ യേശു അറിയുന്ന അവിടുന്ന് കൃപയാക്കി അനുഗ്രഹമാക്കി എനിക്കും എൻ്റെ കുടുംബത്തിനും അനേകർക്കും ഇത് കൃപയായ ആത്മരക്ഷയുടെ വഴി കൃപയാക്കി മാറ്റാൻ വേണ്ടിയാണ് ഈശോ ഇത് അറിഞ്ഞുകൊണ്ട് അനുവദിച്ചതാണ്. ഇത് വലിയ നന്മയുടെ വഴിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സഹനങ്ങളെ ഓർത്ത്, എൻ്റെ കുടുംബാംഗങ്ങളുടെ സഹനങ്ങളെ ഓർത്ത് ഞാനിപ്പോൾ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, പാട്ടുപാടി സ്തുതിക്കുന്നു, ഭാഷാവർത്തി സ്തുതിക്കുന്നു, ആർത്തുപാടി സ്തുതിക്കുന്നു, ആത്മാവിൽ ആനന്ദിച്ച് സ്തുതിക്കുന്നു. കാരണം കർത്താവിനോട് പറഞ്ഞു, ഞാൻ പൂർവാധിക സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെ കുറിച്ച് ഞാൻ പ്രശംസിക്കും, സ്തുതിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപം നമുക്ക് മറ്റുള്ളവർ നമ്മളെ ആക്ഷേപിക്കുന്ന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പണ്ടങ്ങനെയാണല്ലോ. നമ്മുടെ ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിന്, ഇത് എഴുതി വെക്കണം, നമ്മൾ മനസ്സൊന്ന് സൂക്ഷിക്കുന്നതാണ്. 2 കൊരിന്തോസ് 12-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം. അത്യാഹിതങ്ങൾ എന്താ? പ്രശ്നം ഉണ്ടായി, വണ്ടി അപകടം ഉണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി, മുട്ടി, അല്ലെങ്കിൽ അങ്ങനെ സാമ്പത്തിക ഞെരുക്കം ഉണ്ടായി, എല്ലാം ഉണ്ടായി. എന്ത് അത്യാഹിതമാണെങ്കിലും അത് ക്രിസ്തു എന്നെ സഹായിക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു അനുഭവമായിട്ട് നമ്മൾ കാണണം. നമ്മൾ ക്രിസ്ത്യാനികൾ ആ ഒരവസ്ഥയിലേക്ക് ഉയരണം. നമ്മൾ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ അത്യാഹിതങ്ങൾ ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനാണ്, സഹനത്തിലായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തയാകുന്നത്. ബലഹീനതയിലാണ് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ആത്മാവിലേക്ക് ഞാൻ സ്വയം ഇല്ലാതായി കുരിശെടുക്കുമ്പോഴാണ് യേശുവിന്റെ ആത്മാവ് എന്നിൽ ശക്തി പ്രാപിക്കുന്നത്, എന്നിൽ കൃപയുള്ളത്. പരിശുദ്ധ പരമാദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.